പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമ്മുടെ ഈ മുൻപിലിരിക്കുന്ന ഒരു സഹോദരനും ഒരു സഹോദരിയും അവർ പാർക്കുന്ന ഒരു വീടാണിത്. ആ വീടിൻ്റെ അവസ്ഥ നമ്മളൊന്ന് കാണണം. നമ്മളാണെങ്കിൽ ഇതുപോലത്തെ അവസ്ഥകൾ നാം പാർക്കുമോ? അത്രമാത്രം ഒരു കന്നുകാലികളെ പോലും കെട്ടുവാൻ പറ്റാത്ത വണ്ണം ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിലാണ് രണ്ടുപേർ താമസിക്കുന്നത്. ആ ഉള്ളിൽ കാണുന്ന ഒരു സഹോദരി, ഈ പുറത്ത് കാണുന്ന ഈ സഹോദരൻ, ഈ രണ്ടുപേരുടെയും കാലും കൈയും തളർന്ന അവസ്ഥയിലാണ് അവരായിരിക്കുന്നത്. അതുമല്ലാതെ ഒരു മാനസിക രോഗികളാണ് രണ്ടുപേർ. അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അവരെ നേതൃത്വമായി നടത്തുവാനോ ആരും തന്നെ ഇല്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശികമായ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവിൻ്റെ ദാസന്മാർ അവിടെ കടന്നു പോകുവാനിടയായത്. അവരെ കണ്ടിട്ട് ഹൃദയം നുറുങ്ങി അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവർക്ക് വേണ്ട ശുശ്രൂഷകൾ അവിടെ ചെയ്യുവാനിടയായി. അവരെ കൊണ്ടുവന്ന് അവരെ മുടി വെട്ടിച്ചു, അതുപോലെ അവരെ കുളിപ്പിച്ച് അവർക്ക് പുതിയ വസ്ത്രം ഇട്ടുകൊടുത്ത് അവർക്ക് ആഹാരം കൊടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരെ വീണ്ടും അവിടെ തന്നെ കൊണ്ടുപോയി കിടത്തിയിട്ട് അവർ പ്രകാരം എന്നോട് ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചിരുന്നു. അത് കണ്ടു. അവർ ചോദിച്ചത് പ്രകാരം മാത്രമാണ്. അവർക്ക് പാർക്കുവാനൊരു വീട് വേണം. മഴ പെയ്താലോ വെയിലടിച്ചാലോ ഒന്നും നനയാത്ത രീതിയിലുള്ളൊരു വീട് അവർക്ക് വേണം. അപ്പോൾ അത് വലിയ വാർക്ക വീടൊന്നല്ല, ഒരു ചെറിയ ഷീറ്റിട്ടൊരു വീട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കുമെന്നാണ് അവരവിടെ പറയുവാനിടയായി. നമുക്ക് ആ വീടൊന്നും പണിത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മേലെയുള്ള മേൽക്കൂരയൊക്കെ പൊളിച്ച് ഒരു താമസിക്കുന്ന രീതിയിൽ അതൊന്ന് പണിത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വിചാരിക്കുന്നു. അതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവമക്കളെല്ലാവരും കൈകോർത്ത് ആ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ ഒത്തൊരുമയോടെ ഒരു ടീം വർക്കായി നേതൃത്വം കൊടുത്ത് പാസ്റ്റർ മഹാലിംഗവും അദ്ദേഹത്തിൻ്റെ ടീമും കൂടി ആണ് ഇതുപോലത്തെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാം എല്ലാവരും കൂടി അവരുടെ ആ വർക്കിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്നത് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഞാനിവിടെ മൊബൈൽ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് വിളിച്ച് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നവർ കോൺടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. ഇപ്പോൾ അവരെ ബന്ധപ്പെടുവാൻ കഴിയുന്ന നമ്പർ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാസ്റ്ററാണ് അവിടെ നേതൃത്വം കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്റ്ററെ കോൺടാക്റ്റ് ചെയ്തിട്ട് നേരിട്ട് പോയി കാണുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ മൊബൈൽ കൂടി ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആ മൊബൈൽ നമ്പർ വിളിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഇതുപോലത്തെ പുതിയ വീഡിയോയുമായി നാം വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. Audio